ഇന്ത്യൻ പോസ്റ്റൽ സർവീസിന്റെ വണ്ടിയാണ് മുന്നേ പോകുന്നത്. ഞാൻ എപ്പോൾ ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇന്ത്യയിൽ 1,50,000 മുകളിൽ പോസ്റ്റ് ഓഫീസുള്ള 150 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള ഒരു സ്ഥാപനം ഇപ്പോൾ നഷ്ടത്തിലാണ് പോകുന്നത്. നമ്മൾ ബാക്കിയുള്ള സ്ഥാപനങ്ങൾ നോക്കുകയാണെങ്കിൽ ഡൽഹി ബറി, ബ്ലൂ ഡാർട്ട്, DTDC അവരൊക്കെ പ്രോഫിറ്റബിൾ ആണ്. ലോജിസ്റ്റിക്സിൽ ഇത്രയ്ക്ക് അഡ്വാൻറ്റേജ് അല്ല. ഇന്ത്യയിലെ മൊത്തത്തിൽ എല്ലാ കുഗ്രാമങ്ങളിൽ വരെ നെറ്റ്വർക്കുള്ള ഒരു ഇന്ത്യൻ പോസ്റ്റൽ സർവീസിനെ എന്തുകൊണ്ട് ഒരു അഡ്വാൻറ്റേജ് എടുക്കാൻ കഴിയില്ല മാർക്കറ്റിൽ? എന്തുകൊണ്ട് അറ്റ്ലീസ്റ്റ് പ്രോഫിറ്റബിൾ ആയിട്ടില്ലെങ്കിൽ ലോസ് ഇല്ലാത്ത രീതിയിലെങ്കിലും ഈ ഒരു സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ വേണ്ടി ഈ ഉദ്യോഗസ്ഥന്മാർക്ക് കഴിയില്ലേ? പിന്നെ എന്തിനാ അവൻ്റെ സാലറി വാങ്ങുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനപ്പോൾ ആലോചിക്കുന്ന കാര്യമാണ്, എന്തുകൊണ്ട് ഈ ഗവൺമെൻറ് സ്ഥാപനങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആയിട്ട് നടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്നില്ല? അവർക്ക് എന്തൊക്കെ അഡ്വാൻറ്റേജ് ഉണ്ട്? അവർക്ക് പുതിയ ആമസോൺ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് ആ കമ്പനീസിനോട് സംസാരിക്കാം, അല്ലെങ്കിൽ എത്ര വലിയ നെറ്റ്വർക്കുള്ളൊരു സ്ഥാപനമാണ് ഇത്. ബാക്കിയുള്ള കമ്പനീസ് അവർ നോക്കിയിട്ട് ഇവർ ചെയ്യുന്ന രീതിയിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ്? ഇവർക്കൊരു വിഷനില്ലേ? ഇവർക്ക് സ്വന്തമായിട്ട് ചിന്തിക്കുന്നില്ലേ? ഇവർ സാലറി വാങ്ങുന്നില്ല? ഇവർക്ക് അതിനുള്ള എങ്ങനെയാണ് ഇത് ഇത്രയും നഷ്ടത്തിലേക്ക് പോകുന്നത്? എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നില്ല. ഗവൺമെൻറ് സ്ഥാപനമാണ്, പ്രോഫിറ്റല്ല ഉദ്ദേശിക്കുന്നത്. അവരൊരു സർവീസ് എന്നുള്ള രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. എന്നിരുന്നാലും ഇത് പ്രോഫിറ്റബിളായിട്ട് റൺ ചെയ്യാൻ പറ്റില്ലേ? അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ലോസ് ഇല്ലാത്ത രീതിയിലെങ്കിലും റൺ ചെയ്യാൻ പറ്റില്ലേ? എനിക്ക് ജസ്റ്റ് തോന്നിയൊരു പലപ്പോഴും ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയും, എന്തുകൊണ്ടാണ് ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ഇത്രയ്ക്ക് നഷ്ടത്തിൽ പോകുന്നത്? അതോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ കരുതാണ് എൻ്റെ വീട്ടിലേക്ക് പ്രോഫിറ്റായിട്ട് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതല്ലോ രീതിയിൽ, ആ രീതിയിൽ ആറ്റിറ്റ്യൂഡ് കൊണ്ടാണോ നമ്മുടെ സ്ഥാപനങ്ങൾ ഇങ്ങനെ പോകുന്നത്? അല്ലെങ്കിൽ ഗവൺമെൻറ് കരുതാണ്, അല്ലെങ്കിൽ നമ്മുടെ സർക്കാർ കരുതാണ് 5 years നോക്കിയാൽ മതി, അല്ലെങ്കിൽ അടുത്ത വർഷം 5 ഇയേഴ്സിൻ്റെ പ്രശ്നം, 5 years കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ജയിക്കണം എന്നുള്ള രീതിയിലും ആ കാര്യങ്ങൾ മാത്രം ചെയ്തു വെക്കുക. ആ രീതിയിൽ ചിന്തിക്കുന്നു. അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാർ ഇതുപോലെ തന്നെ ചിന്തിക്കുന്നതാണോ? എനിക്കെന്തായാലും സാലറി കിട്ടുന്നുണ്ടല്ലോ, എനിക്കെന്താ പ്രോഫിറ്റ് കൂടി ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നില്ലല്ലോ, ആ രീതിയിൽ ചിന്തിക്കുന്നതുകൊണ്ടാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ഇത്ര നഷ്ടത്തിൽ പോകുന്നത്. നമ്മൾ ടാക്സ് കൊടുക്കുന്ന പൈസയല്ലേ, നമുക്കല്ലേ ഇത് ആക്ച്വലി ഈ നഷ്ടം നമ്മളെ നഷ്ടമല്ലേ? നമുക്ക് കിട്ടേണ്ട ഒരു എമൗണ്ട് അല്ലേ നമ്മൾ, അല്ലെങ്കിൽ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ, അല്ലെങ്കിൽ നമ്മുടെ വികസനത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പൈസ അല്ലേ ഇത്? പബ്ലിക്കായിട്ട് അല്ലെങ്കിൽ ഒരു വ്യക്തിൻ്റെ അക്കൗണ്ടിലേക്ക് വേറെ കമ്പനീസ് ആണെങ്കിൽ അവർ പ്രോഫിറ്റബിൾ ആവുന്ന അവരുടെ അക്കൗണ്ടിലേക്ക് പോകുന്നത്. ഇവർക്ക് എന്തിനാണ് ടാക്സ് കൊടുത്ത് സാലറി കൊടുത്ത് നിപ്പിക്കുന്നത്? അറ്റ്ലീസ്റ്റ് ലോസ് ഇല്ലാത്ത രീതിയിലെങ്കിൽ ഈ കമ്പനീനെ നടത്തിക്കൊണ്ടുപോകാൻ ഈ ഉദ്യോഗസ്ഥന്മാർക്ക് പറ്റാത്തത് എന്തുകൊണ്ടാണ്? മനസ്സിലാവാത്തൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയും. ജസ്റ്റ് ഇത് വണ്ടി കണ്ടപ്പോൾ പറയണം തോന്നി, ജസ്റ്റ് പറഞ്ഞാണ്.